എന്തിനാണ് തീ തീ ഇവിടെ പുറത്ത് തന്നെ ഒരുപാട് ഫലകങ്ങളൊക്കെ എഴുതി വെച്ചു. 1934 വിവാഹിതനായി ഭാര്യ കമലാക്ഷി അമ്മ. നമ്മൾ മഹാകവി കുമാരനാശാൻ്റെ സ്മാരകത്തിനടുത്താണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെയുള്ളൊരു നിർമ്മിതിയാണ് കുമാരനാശാൻ്റെ സ്മാരകമായിട്ട് നിലകൊള്ളുന്നത്. ഇവിടെ പുറത്ത് തന്നെ ഒരുപാട് ഫലകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള മനോഹരമായിട്ട് ഒരു ഡിസൈനിലുള്ളൊരു കെട്ടിടമാണ് ഇവിടെ ഉള്ളത്. അകത്തോട്ട് കയറി നോക്കാം എന്താണ്. ആ ഒരു വലിയൊരു നിർമ്മിതിക്കകത്താണ് കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ നിർമ്മിതിയുടെ അകത്ത് തന്നെ ഒരു പ്രത്യേക ഒരു ഭാഗത്ത് അതിനു വേണ്ടിയിട്ട് ക്രമീകരിച്ച ഒരു ബോക്സിൻ്റെ ആകൃതിയിൽ ജനനവും മരണമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്താണ് മഹാകവി കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സൈഡിലെ ചുവരുകളിൽ നോക്കുമ്പോൾ കൃതികളിലെ ഏറ്റവും വേണ്ടപ്പെട്ട സാഹചര്യമോ വ്യക്തികളെയോ ഒക്കെയാണ് ഇവിടെ ശില്പരൂപത്തിൽ കൊത്തിവെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ സൈഡിൽ കൂടെ പല്ലനയാറ് അങ്ങനെ ഒഴുകുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ആശാൻ്റെ ഒരു ഗ്ലാസ്സിൽ ഒരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. സൈഡിൽ 2 സൈഡിലായിട്ട് ഒരുപാട് ശില്പങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് ആശാൻ എഴുതിയ ഓരോ കൃതികളിലെ ഓരോ സംഭവങ്ങൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെയാണ് ഇവിടെ ഓരോ ചിത്രങ്ങൾ കൊത്തി വെച്ചിട്ടുള്ളത്. വളരെ മനോഹരമാണ്. പുറത്ത് നിന്ന് ഈ ഒരു സ്മാരകം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി ഒരു മഷിപ്പേനയുടെ ഒരു നിബിൻ്റെ രൂപത്തിൽ പുറത്ത് കാണുമ്പോൾ ഒരു വ്യത്യസ്തത ഉൾക്കൊള്ളുന്ന ഒരു നിർമ്മിതിയാണ്. ഇതിനകത്ത് ഒരു വളരെ ശാന്തത ഉള്ളുന്ന ഒരു സ്ഥലം തന്നെയാണ്. കുറച്ച് നിശബ്ദമായിട്ടിരിക്കാനും കുറച്ച് സമയം ഇതിനകത്ത് വന്ന് നിശബ്ദമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ഒരു പറ്റിയൊരു സ്ഥലമാണ്. ആറ്റിൻ്റെ കരയിലാണ് പല്ലനയാറ്. അപ്പോൾ ഈ പല്ലനയാറിൽ നടന്ന ഒരു ബോട്ട് അപകടത്തെ തുടർന്നാണ് നമ്മുടെ കുമാരനാശാൻ മരണപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ 9:30 മുതൽ 6 മണി വരെയാണ് ഇവിടുത്തെ സമയം. പിന്നെ പ്രവേശനം ഫ്രീ ആണ്, ടിക്കറ്റൊന്നുമില്ല. ഇതിൻ്റെ പുറത്തും അതുപോലെ തന്നെ ചെടികളൊക്കെ നട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നമുക്ക് പുറത്തോട്ട് പോയി ഇവിടുത്തെ കാഴ്ചകളോട് നോക്കാം. ദൂരെ നിന്നുണ്ട ഒരു മഷിപ്പേനയുടെ നിബ് പോലെ ഉണ്ട്. അത് അതിൻ്റെ ഡിസൈൻ സൂപ്പറായിട്ടുണ്ട്. കാണാൻ വ്യത്യസ്തതയുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ മഹാകവി കുമാരനാശാൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു ചെയ്തിട്ടുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നൊക്കെ എഴുതി. ഇത് കനക ജൂബിലി സ്മാരകമായിട്ട് 2001, 2002 കനക ജൂബിലി സ്മാരകമായിട്ട് ചെയ്തു. ഇത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നേരെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു പേനയുടെ നിബിൻ്റെ കണക്കിനാണ് ഉള്ളത്. ഇതിന് സൈഡിൽ നോക്കുമ്പോൾ ഒരു ബോട്ടിൻ്റെ ആകൃതിയിലും തോന്നുന്നുണ്ട്. 2 രീതിയിൽ നമുക്ക് അതിനെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ഇത് ഒറിജിനലായിട്ട് വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടായിരിക്കും ചെയ്തേക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ വളരെ ശാന്തമായിട്ട് പല്ലനയാറ് ഒഴുകുന്നുണ്ട്. അതിന് നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു ഇവിടുത്തെ UPS സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര സംഭവമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇന്നലെ വരെ മഴ മാറി മറിഞ്ഞ് നിന്നു, പെയ്തു കുറച്ച് നേരം തോരും, പെയ്യും, അങ്ങനെ. ഇപ്പോൾ ഇത്രയും നേരം ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. ഇവിടെ വന്നതാ ചൂടായിരുന്നു, ഒറ്റ സെക്കൻഡിൽ കാലാവസ്ഥയൊക്കെ മാറിയതാ. ഇപ്പോൾ മഴ പെയ്യും. ഇപ്പോൾ വല്ലാത്ത കാലാവസ്ഥയാണ് ഇപ്പോൾ. ഓക്കെ, ഇതിൻ്റെ പല്ലനയാറിൻ്റെ തീരത്തൂടെ തന്നെ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു നടപ്പാതയുണ്ട്. കുറച്ച് പേരൊക്കെ അവിടെ വന്നിരുന്ന് വിശ്രമിക്കുന്നുണ്ട്. ഇതിനോട് ചേർന്നൊരു ചെറിയൊരു ലൈബ്രറി ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്നവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ലൈബ്രറി.
എന്നാൽ കാണാൻ സാധിക്കുന്നത് ഇത് സ്റ്റേജ്, ഇത് സ്കൂള്, ഇത് വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. ഇതാണ് നമ്മുടെ സ്മാരക മണ്ഡപമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു നടപ്പാത, ഇവിടെ നമ്മുടെ പല്ലനാറ്. അപ്പോൾ ഇത്രയും വ്യൂ. പിന്നെ എനിക്ക് പുറകിൽ കുറച്ച് ഇരിക്കാനുള്ള ഒരു ചെറിയ നടപ്പാതയിലൂടെ ക്രമീകരിച്ചിട്ടുണ്ട്, ചെറിയൊരു ഓപ്പൺ ആയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ മഹാകവി കുമാരനാശാൻ സ്മൃതി മണ്ഡപത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒരു ശാന്തതയുള്ള പ്ലേസ് ആയിട്ട് തോന്നിയല്ലോ. ആറ്റിൻകരയാണ്, കുറച്ചൊരു ശാന്തതയായിട്ട്. പിന്നെ സ്കൂളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ ഇനി മഴ പെയ്യുന്നു, മഴ തോർന്നതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന തകഴി ശിവശങ്കര പിള്ളയുടെ സ്മാരകം അല്ലെങ്കിൽ സ്മൃതി മണ്ഡപമാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് ഇവിടെ നിന്ന് ഏകദേശം 14 കിലോമീറ്ററാണ് ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന പല്ലന സ്കൂളിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ രാജൻ സ്മാരകത്തിൻ്റെ അടുത്ത് നിന്ന് 14 കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ളത്. തകഴി ശിവശങ്കര പിള്ളയുടെ സ്മൃതി മണ്ഡപം അല്ലെങ്കിൽ സ്മാരകം. തകഴി മ്യൂസിയം സംസ്ഥാന പുരാവസ്തു വകുപ്പ്, കേരള സർക്കാർ. 2021 ഫെബ്രുവരി 28 ഇത് ഉദ്ഘാടനം ചെയ്തത്. തകഴി മ്യൂസിയം, ഇത് തകഴി താമസിച്ചിരുന്ന വീടാണ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മ്യൂസിയമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ഒരു സ്റ്റാച്ചു നടത്തിയിട്ടുണ്ട്. ഇത് തകഴി ശിവശങ്കര പിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. ജനനം 17/4/1912, മരണം 10/4/1999. തൊട്ടപ്പുറത്ത് തന്നെ ഒരു വലിയൊരു സ്റ്റാച്ചു നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു സ്റ്റാച്ചു നടത്തിയിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് ശ്രീ തകഴി ശിവശങ്കര പിള്ള, അമ്പലപ്പുഴയ്ക്കടുത്ത് പാടാഹരത്ത് അരീപ്പുറത്ത് വീട്ടിൽ പാർവതി അമ്മയുടെയും പൊയ്പ്പള്ളിക്കകത്തിൽ ശങ്കരക്കുറുപ്പിൻ്റെയും മകനായി 1912 ഏപ്രിൽ 17 ജനിച്ചു. 1934 വിവാഹിതനായി ഭാര്യ കമലാക്ഷി അമ്മ. 1956 ചെമ്മീൻ പ്രസിദ്ധപ്പെടുത്തി. 1978 കയർ പ്രസിദ്ധപ്പെടുത്തി. 1985 ജ്ഞാനപീഠം അവാർഡ്. 1985 പത്മഭൂഷൺ ബഹുമതി. 1999 ഏപ്രിൽ 10 അന്തരിച്ചു. നോവലുകൾ, ചെറുകഥാ സമാഹാരങ്ങൾ, നാടകം, ആത്മകഥ, യാത്രാ വിവരണങ്ങൾ തുടങ്ങി നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഔസേപ്പിൻ്റെ മക്കൾ, ഏണിപ്പടികൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ, കയർ തുടങ്ങിയവയാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഈ സ്റ്റാച്ചുവിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് തകഴി ശിവശങ്കര പിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ഇതാണ് പുള്ളിയുടെ വീട്. ഇവിടെ ഇപ്പോൾ എന്തോ ബിൽഡിങ്ങിൻ്റെ എന്തോ പണി നടക്കുകയാണ്, അതുകൊണ്ട് ആണ് ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ അത്രയും വെള്ളം കയറി കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത്രയും താഴ്ന്ന പ്രദേശമാണെന്നുള്ളത് ഇങ്ങോട്ടും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ. എഴുത്തച്ഛൻ പുരസ്കാരം 1994 കിട്ടിയ പുരസ്കാരമാണ്. ഇതെല്ലാം പുരസ്കാരമാണ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളൊക്കെ. വള്ളത്തോൾ സമ്മാനം, ഇത് അദ്ദേഹത്തിന് ലഭിച്ച വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡ് 1980 ലഭിച്ചതാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് KPC പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചതാണ്. അദ്ദേഹം വിശ്രമിച്ചിരുന്ന കട്ടിലാണ്. അത് നമുക്ക് ഉപയോഗിച്ചിരുന്ന കട്ടിൽ തന്നെയാണ്. ഇത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വടി, ആ സമയത്തുണ്ടായിരുന്ന ക്ലോക്ക്, ഇതെല്ലാം അദ്ദേഹത്തിനാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ്. പിന്നെ പേന, കണ്ണാടി, വടി, ഇതെല്ലാം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. വിവിധമായിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഇത് അദ്ദേഹം വിശ്രമിച്ചിരുന്ന കസേര, നമുക്കറിയാം
ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരം. ഓരോ വേദികളിൽ, വിശിഷ്ട വേദികളിലെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളാണ്. ഏതാണ്ട് നോവലുകൾ തന്നെ 39ഓളം നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കഥാസമാഹാരങ്ങളാണെങ്കിൽ 23, ആത്മകഥയായാലും സ്മരണകളായാലും മറ്റു കൃതികൾ, അങ്ങനെ 10ലേറെ കൃതികളെല്ലാം ചെയ്തിട്ടുണ്ട്. പത്മഭൂഷൺ ലഭിച്ചത് ഇതിൻ്റെ ഒരു ഭാഗത്ത് തകഴി ശിവശങ്കരപിള്ള എഴുതിയ കൃതികൾ, നോവലുകളൊക്കെ ബുക്ക് രൂപത്തിൽ വച്ചിട്ടുണ്ട്. അലമാരക്കകത്ത് ലൈബ്രറി പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന് കിട്ടിയ ഒത്തിരി അവാർഡുകൾ. മാത്യു ഇന്റർനാഷണൽ കരുമാടി അത് പത്മഭൂഷൺ 1985 പത്മഭൂഷൺ ലഭിച്ചത്. സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് 1937 ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അധികം അവാർഡുകൾ വ്യത്യസ്തമായിട്ടുള്ള ലഭിച്ചിട്ടുള്ളതാണ്. ഈ ഭാഗത്തും അതുപോലെ തന്നെ ഒരു റൂമിൽ നിറയെ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, പുരസ്കാരങ്ങൾ തന്നെ വച്ചിട്ടുണ്ട്. പിന്നെ എഴുതിയ വർഷങ്ങൾ, തകഴി ശിവശങ്കരപിള്ളയുടെ കൃതികൾ മറ്റു ഭാഷകളിൽ മാറ്റിയതാണ്. ചെമ്മീൻ എന്നുള്ള മൂലകൃതി 13 ഭാഷയിലോട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടിടങ്ങഴി എന്ന് പറയുന്നത് 9 ഭാഷയിലും അങ്ങനെ തുടങ്ങി അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് മലയാളത്തിൽ എഴുതിയത് തർജ്ജമ ചെയ്ത ഒരുപാട് ഇന്ത്യൻ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്, വിദേശ ഭാഷകളിലോട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഈ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് തകഴി ശിവശങ്കരപിള്ള മ്യൂസിയത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിനകത്ത് മ്യൂസിയമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതിനുള്ള കാഴ്ചകൾ. ഇത് വീടിനകത്തുള്ള കാഴ്ചകളാണ്. തൊട്ടപ്പുറത്താണ് നമ്മൾ സ്മൃതി മണ്ഡപവും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും കണ്ടത്. വീട്ടിനകത്തുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. നമുക്കിന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇതാണ് വീട്. ഇതിനെ പുറത്ത് നേരത്തെ പറഞ്ഞ് പണി നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വലിയൊരു മ്യൂസിയം പോലുള്ള ഒരു സംഭവം ഇതിൻ്റെ തൊട്ട് പുറകിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 6.5 കോടി രൂപ ബഡ്ജറ്റ് വരുന്ന ഒരു പ്രോജക്റ്റ് അവർ ബാക്കിൽ ചെയ്തുകൊണ്ട് അതിന്റെ പണിക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു അടിപൊളി സ്മാരകം, ഇതിൻ്റെ പേരിലുള്ള ഒരു ചരിത്ര സ്മാരകം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്, അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. കരുമാടിക്കുട്ടൻ്റെ പ്രതിമ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന ബുദ്ധ പ്രതിമ ഉള്ള സ്ഥലത്താണ് നമ്മൾ വന്നത്. നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ പോയത്. സമയം കഴിയുമെന്ന് പറഞ്ഞ് തകഴി ശിവശങ്കരപിള്ളയുടെ വീടും മ്യൂസിയമൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അത് ഇപ്പോൾ നമ്മളിവിടെ പിന്നെയും വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കയറി ഇതിനകത്ത് എന്താണ് കാഴ്ച നമുക്ക് നോക്കാം. ഒരു മെയിനായിട്ടൊരു പ്രതിമയാണ്, ബുദ്ധ പ്രതിമ, ഒരു പഴയ പ്രതിമയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ച എന്ന് പറയുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു ലോറി ഇവിടെ ഇട്ട് ചിരിക്കുന്നതുകൊണ്ട് അതിവിടെ കടന്നു പോയിട്ട് അങ്ങോട്ട് പോകാനാണ് വിചാരിക്കണേ. കരുമാടിക്കുട്ടൻ ബുദ്ധപ്രതിമ 1968 കേരള പ്രാചീന സ്മാരക പുരാവസ്തു സങ്കേത പുരാവശിഷ്ട നിയമപ്രകാരമുള്ള സംരക്ഷിത സ്മാരകമാണ് ഈ കരുമാടിക്കുട്ടൻ ബുദ്ധപ്രതിമ എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അകത്തോട്ട് പോയി അവിടുത്തെ എന്താണ് കാഴ്ച നോക്കാം. അപ്പോൾ ഈ ശ്രീബുദ്ധൻ്റെ കരിങ്കൽ പ്രതിമ കരുമാടി തോട്ടിൽ നിന്ന് കിട്ടി എന്നാണ് അവർ പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇത് സ്ഥാപിച്ച് ആ സമയത്ത് ആനയെ വെച്ച് അതിൽ നിന്ന് ഉയർത്തി എടുത്തപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗമായിട്ടുള്ള ഭാഗം എന്നൊന്ന് അടർന്ന് പോയി എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് കാണാം, ഒരു കയ്യിൽ ഒരു സൈഡേ ഉള്ളൂ. അപ്പോൾ അടർന്ന് പോയെന്ന് പറയുന്നുണ്ട്. അത് പോയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാരുടെ ആ സമയത്ത് അവരുടെ ആക്രമണത്തിൽ അവരുടെ ആധിക്യത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്നും പറയുന്നുണ്ട്. അത് പോയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അതും ഇതൊക്കെ ഓരോ തരത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നതാണ്. ബ്രാഹ്മണരുടെ ആധിപത്യ കാലത്ത് ഇത് നശിപ്പിക്കപ്പെട്ടതാണ്, അടർന്നു പോയതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള 3 കാര്യങ്ങൾ. ഇപ്പം ആനയെ
വിട്ട് ഉയർത്തിയെടുത്തപ്പോൾ അടർന്നു പോയെന്നും ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ പോയെന്നും ബ്രാഹ്മണരുടെ ആധിക്യകാലത്ത് അത് നഷ്ടപ്പെട്ടു പോയെന്നും പറയുന്നുണ്ട്. അവിടെ നമുക്ക് ആ ഒരു ഭാഗം ഇപ്പോൾ ഓക്കെ. അപ്പോൾ ഈ പ്രതിമ നമുക്ക് ശ്രദ്ധിച്ചറിയാം, പകുതിയാണുള്ളത്. ആ പകുതി വരാനുള്ള കാരണം നേരത്തെ പറഞ്ഞു, 2-3 കാരണങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പകുതി, ബാക്കിയുള്ള പകുതി രാജപ്പൻ പിള്ള എന്ന് പറയുന്ന ഒരാൾ സംരക്ഷിച്ച് വന്നിരുന്നു. അതിനുശേഷം ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാലശേഷം കൃഷ്ണപുരം കൊട്ടാരത്തിൽ കൊടുക്കുകയും അവിടെ അത് സംരക്ഷിച്ച് പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രതിമയെക്കുറിച്ച്, ബുദ്ധ പ്രതിമയെക്കുറിച്ച്, കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന പ്രതിമയെക്കുറിച്ച് പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇരിക്കുന്ന ഒരു ആംബിയൻസും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നാല് സൈഡ് നോക്കിയാൽ വെള്ളമാണ്. ഇതിന് സൈഡ് റോഡ്, അവിടെ ഒരു ചെറിയൊരു വിശ്രമ കേന്ദ്രം പോലെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തും ഒരു വിശ്രമ കേന്ദ്രം ആൾക്കാർക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് സെൻട്രലായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രതിമ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നേരത്തെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അങ്ങോട്ട് പോയിട്ട് തിരികെ ഇവിടെ വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു പുരാവസ്തു ആണെങ്കിലും ഇവിടെ ഉള്ള നാട്ടുകാർക്ക് ഇവിടെ വന്ന് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുകയും അതിന് ഫലം ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. വീട്ടുകാർക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുള്ളെങ്കിൽ അത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണതയും ഇവിടെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ചായയോട് കഴിഞ്ഞു. നമ്മൾ കരുമാടിക്കുട്ടൻ പ്രതിമയുടെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. കുട്ടനാട് ലൊക്കേഷൻ വെച്ച് പോയി. എന്താണ്, ഒരു ചെറിയൊരു ഇടുങ്ങിയ റോഡിൽ കൂടെ അതിൻ്റെ ഇതുണ്ട് വിഷയം. നമ്മൾ ഇറങ്ങുന്നതന്നെ ഓപ്പോസിറ്റ് വന്ന ഒരു ചേട്ടനെ കണ്ടു. ചേട്ടൻ സംശയം കൊണ്ടാണ് നിർത്തിയത്. ചേട്ടൻ ഇങ്ങ് പോയിട്ട് പാസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനും നിർത്തിയിരുന്നു. ചേട്ടൻ അടുത്ത് വന്നപ്പോൾ ചോദിച്ചു എങ്ങോട്ടാണ് പോവാളെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുട്ടനാടെന്ന്. അപ്പോൾ ഈ മനസ്സിലായി ചേട്ടനെ, കുട്ടനാട് ലൊക്കേഷൻ കാണിക്കുന്ന അവിടെയാണെങ്കിലും കുട്ടനാട് പോകുന്ന ആ റൂട്ടല്ല. കുട്ടനാട് ആ റൂട്ടാണ്. നമ്മൾ കാണുന്ന വിഷ്വൽസ് ഒന്നും അങ്ങനെയുള്ള സംഭവം അവിടെ അല്ല എന്നാണ് പറയുന്നത്. പാടശേഖരമൊക്കെ 3-4 പാടശേഖരമുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വെള്ളത്തിൽ പോകുന്നതും അങ്ങനെയുള്ള വിഷ്വൽസ് ഒന്നും അവിടെ പോയാൽ കിട്ടൂല. ലൊക്കേഷൻ നോക്കി വരും. അത് തന്നെ. അപ്പോൾ അങ്ങനെ കയറിയ അത്രയും റോഡ്, ഇടുങ്ങിയ റോഡ് തിരിച്ച് റിവേഴ്സ് എടുത്ത് തിരിച്ചു വന്നു. ആ ചേട്ടനുണ്ടായിരുന്നു. നേരെ പോയിരുന്നെങ്കിൽ ഏതാണ്ട് കിലോമീറ്ററോളം പോകുമെന്നാ പറഞ്ഞത്. തിരിച്ച് എടുക്കാൻ വന്നാൽ നമ്മുടെ വണ്ടി തിരിയത്തില്ല എന്നാ പറയുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ച് റോഡിൽ കയറി അവരും കൂടെ നിന്ന് സഹായിച്ചാണ് റിവേഴ്സ് എടുത്ത് വണ്ടിയൊക്കെ നിർത്തി. അങ്ങനെ ഇനി നമ്മളിനി റൂമിലേക്ക് പോകും വഴി ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എടത്തുവ ചർച്ചിൽ ഇറങ്ങും. ഇല്ലെങ്കിൽ നമ്മളടുത്ത് ഇനി നേരെ PWD ചങ്ങനാശ്ശേരിയാണ് നമുക്ക് സ്റ്റേ. PWD റൂമിലാണ് നമുക്കിന്ന് സ്റ്റേ ഉള്ളത്. ഇത് കഴിഞ്ഞ് എടത്തുവ ചർച്ചിൽ ചിലപ്പോൾ ഇറങ്ങും, അല്ലെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫുഡ് കഴിക്കുക, പിന്നെ എഡിറ്റിങ് കാര്യങ്ങൾ, പിന്നെ ഇന്നത്തേക്ക് വിശ്രമം. അപ്പോൾ പോകുമ്പോഴേ നമ്മൾ എടത്തുവ ചർച്ചിലൊന്ന് ഇറങ്ങി. എടത്തുവ ചർച്ച്, ഇതിൻ്റെ ഫ്രണ്ട് ഇവിടെ ഒരു പുഴ, ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്. ഇവിടെ ആണ് എടത്തുവ പള്ളി. ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. കുറച്ച് പേരൊക്കെ മെഴുകുതിരി വന്ന് കത്തിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വളരെ പഴക്കം ചെന്നൊരു പള്ളിയാണ് ഈ എടത്തുവ പള്ളി. ഫ്രണ്ടിൽ തന്നെ ഒരു കുരിശ്, പൊടിമരമുണ്ട്. ഒരു കുരിശ് നിർത്തിയിട്ടുണ്ട്. കുറച്ചപ്പുറത്ത് തന്നെ നേരെ ശ്മശാനമുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ആർട്ട് ഗാലറി പോലെ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എടത്തുവ പള്ളിയിലെ വിവരണങ്ങൾ. നമ്മളിതിൻ്റെ തന്നെ എടത്തുവ പള്ളീനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മളിതുവഴി പോകുന്ന വഴിക്ക് ഒന്ന് ജസ്റ്റ് ഇറങ്ങുന്നുള്ളൂ. റൂമിൽ പോകുന്നതിന് മുന്നേ സമയമുള്ളതുകൊണ്ട് ഒന്ന് ഇറങ്ങുന്നത് മാത്രമേ ഉള്ളൂ. എന്തിനാണ് തീ? നമ്മൾ ജസ്റ്റ് ഇതുവഴി പോയപ്പോൾ ഒന്ന് ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് മഴ പെയ്തു, നല്ല മഴ. പിന്നെ കുറച്ച് നേരം നിന്ന്. അപ്പം തന്നെ സമയം ഇത്രയായി, നല്ല ഇരുട്ടി. അപ്പോൾ ഇനി നമ്മളെ റൂമിലേക്കാണ് പോകണം. കുറച്ച് നേരം ഒന്ന്
ഇറങ്ങിയിട്ട് പോകാൻ തിരിച്ച് വന്നതാണ്. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇവിടെ പോയി മഴയോടെ പെയ്ത്. എന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് ഇനി നമ്മളിന്ന് റൂമിലേക്കാണ് പോകുന്നത്.